ാണ് കൊച്ചിയിൽ നഗരജീവിതം. കേരളത്തിന്റെ മെട്രോ സിറ്റിയായ കൊച്ചി എങ്ങനെയാണ് ഈ ചൂടിനെ അതിജീവിക്കുന്നത്? കൊച്ചിയിലെ സാഹചര്യം പരിശോധിക്കാം. ബ്രോഡ്വേയിൽ ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, എന്താണ് അവിടുത്തെ സാഹചര്യം? അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ എങ്ങനെയാണ് ഈ ഉയർന്ന ചൂടിനിടയിൽ ജനജീവിതം? സജിത്ത്, നമ്മളിപ്പോൾ ഉള്ളത് ബ്രോഡ്വേയിലെ പച്ചക്കറി മാർക്കറ്റിലാണ്. ഇവിടെ നമുക്ക് പുറകിലായി ഈ ടാർപോളിൻ കെട്ടി വെച്ചതും അതുപോലെ ഷീറ്റുകൾ ഇട്ടതുമായുള്ള കടകളിലാണ് കൂടുതലും വഴിയോര കച്ചവടക്കാർ അവരുടെ കച്ചവടം നടത്തുന്നത്. ചൂട് കൂടുതലാണ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അസഹനീയമാണ് ഇതൊക്കെ നമ്മൾ കേട്ട് മടുത്തതാണ്. എന്നിരുന്നാൽ പോലും അതിന്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എത്ര തീക്ഷ്ണതയോടെയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ ആളുകളെ ബാധിച്ചിരിക്കുന്നത്, നമ്മളെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ള അത്രയും തീക്ഷ്ണതയോടെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ വലിയ കച്ചവടം നടക്കുന്ന ഒരു ഏരിയയാണ് സാധാരണ ദിവസങ്ങളിൽ. പക്ഷെ ഇപ്പോൾ ചൂട് കൂടിയ ശേഷം ഈ കച്ചവടത്തെ ഒക്കെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കച്ചവടക്കാർ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ കാണാം, ഇവിടെയൊക്കെ അത്ര ജനനിബിഡമായിരുന്ന ഒരു ഏരിയയിൽ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ 2-3 ആളുകളാണ് സാധനങ്ങൾ വാങ്ങാൻ വന്നു പോകുന്നത് തന്നെ. ഈ ഒരു ഏരിയ നമുക്ക് തന്നെ ഇവിടെ നിൽക്കാൻ പറ്റാത്തത്ര നമ്മളിങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. പക്ഷെ ഇത്ര സമയം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം. പക്ഷേ ഇതിവരുടെ അതിജീവന മാർഗമാണ്. ഇവർക്ക് ഇതിനെ അതിജീവിച്ചേ പറ്റുള്ളൂ. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ചൂട് എങ്ങനെയുണ്ട്? അസാധ്യമായിട്ടുള്ള ചൂടാ, ഭയങ്കര ചൂട്. ഇതൊക്കെ കണ്ടില്ലേ? ഭയങ്കര ചൂട്, ഭയങ്കര ചൂട്. ഉള്ളിയിട്ട് നിൽക്കാൻ പറ്റില്ല ചൂട്. എന്ത് സാധനം മേടിക്കാനൊക്കെ ആള് കുറവ്. വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് ആള് വരും, അത്രേ ഉള്ളൂ. ശരിക്കും ബാധിക്കുന്നുണ്ട്. ഭയങ്കര ചൂടില്ല, എങ്ങനെ വരാനാ ആൾക്കാർ? അത്രയ്ക്ക് ചൂടാ. ഈ ചൂട് എന്നല്ലാതെ ഒന്നും നമുക്ക് ആരുടെ വായിൽ നിന്ന് കേൾക്കാനില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അവർക്ക് അതിജീവിച്ചേ പറ്റുള്ളൂ. ഇത് അവരുടെ ജീവിത മാർഗമാണ്. ഇവിടെ നമുക്ക് ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ചൂട് എങ്ങനെയുണ്ട്? ആൾക്കാരും കുറവാ. ചൂടാണ്ട് ആരും ഇങ്ങനെ വരാറില്ല. ഇത്തിരി വൈകിട്ടാക്കുമ്പോ ഇത്തിരി ആൾക്കാരൊക്കെ കയറുന്നുണ്ട് സാധനം മേടിക്കാനായിട്ട്. ഈ ടൈമിലൊക്കെ ഭയങ്കര ആള് കുറവാണ്. ചൂട് കാരണം ഇങ്ങനെ ആണ്. സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു കച്ചവടവും സാഹചര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് കാണാം, ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷീറ്റുകളിട്ട് നിർമ്മിച്ചിരിക്കുന്ന ചെറിയ ചെറിയ കടകളാണ്. അതിൽ തന്നെ ചൂടിനെ അതിജീവിക്കാനുള്ള സാഹചര്യം തന്നെ വളരെ കുറവാണ്. മറ്റ് സംവിധാനങ്ങളൊന്നും ഇവിടെ വിലപ്പോകില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വെള്ളമായാലും ഇപ്പോ ഒരു ചെറിയ തോട് പിൻവശത്തുണ്ട്. അതിന്റെ ആണെങ്കിൽ പോലും തണുപ്പല്ല, ചൂട് കാറ്റാണ് ആ ഭാഗത്തു നിന്നും വരുന്നതെന്നാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പോലും നമുക്ക് ഇത്തരം ആളുകളെ നമുക്ക് 11 മണി മുതൽ 3 മണി വരെ ചൂടിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് റോഡിൽ ഇറങ്ങരുത്, ജോലികൾ ചെയ്യരുത് എന്നൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ നിർദ്ദേശങ്ങൾ എത്രത്തോളം പാലിക്കാൻ ഇവരെ കൊണ്ട് കഴിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. നമ്മൾ വീണ്ടും അതിനെപ്പറ്റിയാണ് ആലോചിക്കേണ്ടത്. കാരണം ഇത് ഈ 11 മണി മുതൽ 3 മണി വരെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഇവരുടെ ബിസിനസിന്റെ ഒരു വലിയ ഒരു സമയമാണ്. ഈ സമയത്തെ ഇവർക്ക് അതിജീവിക്കാൻ പറ്റുമോ? ഈ സമയത്ത് ഇവർക്ക് റോഡിൽ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഈ ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കച്ചവടക്കാര് ഇതിനെ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് ചോദ്യചിഹ്നമാകുന്നത്. അതാണ് കൂടുതൽ ആളുകളിലേക്ക് നോക്കാം, അവരെന്ത് പറയുന്നു എന്ന് നോക്കാം. സർ, ചൂടെങ്ങനെയാണ്? നമുക്ക് ചേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ചൂട് എങ്ങനെയുണ്ട്? ചൂട് ഭയങ്കര ചൂടാ, സഹിക്കാൻ പറ്റാത്ത ചൂടാ. ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നാണോ? എന്തോ ഇല്ല, അവിടെ അപ്പുറത്ത് കച്ചവടം ചെയ്യാൻ ആളാ. കച്ചവടം കുഴപ്പമില്ല. ചൂട് അപാര ചൂടാ, സഹിക്കാൻ പറ്റണില്ല. എന്റെ ഓർമ്മ വെച്ചിട്ട് ഇങ്ങനെ ആദ്യമായിട്ടുള്ള ചൂടാ. ഇവരെ സംബന്ധിച്ചും അത് തന്നെയാണ് സജിത്ത്. ഓർമ്മ വെച്ച ശേഷമുള്ള ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ഇത്രയും ഒരു ഇന്റൻസിറ്റിയോടെ ചൂടിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുള്ളത് എന്ന് തന്നെയാണ് ഇവരും ബോധ്യപ്പെടുത്തുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കൊച്ചി ബ്രോഡ്വേയിൽ നിന്നും നമുക്ക് പ്രേക്ഷകരോട്
വ്യക്തമാക്കാനുള്ളത്. സജിത്ത്. ശരി, അതാണ് ആജ്ഞ സൂചിപ്പിക്കുന്നത്. നഗരജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ അങ്ങനെയാണ്. അങ്ങനെ